അപ്പോൾ അനുവിൻ്റെ മൈലാഞ്ചി ഒക്കെ കഴിഞ്ഞ് നേരെ കുഞ്ഞിനെ അമ്മായി എല്ലാം വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഒരു 9:30 ആയപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ എറണാകുളത്തിന് വിട്ടു, എറണാകുളം എയർപോർട്ടിലോട്ട്. അപ്പം നമ്മുടെ കൂടെ നൗഫലുണ്ട്, അജ്മലുണ്ട്, അത്താവുണ്ട്, അൽത്താഫും ഉണ്ട്. നമ്മൾ വിളിക്കാൻ പോകുന്നത് ഹാഷിമിനെ ആയിരുന്നു കേട്ടോ. എയർപോർട്ടൊക്കെ പോകുമ്പോൾ നമ്മളിപ്പം നമ്മുടെ MC റോഡ് പിടിക്കാറില്ല. കാരണം ഏറ്റുമാനൂരിൽ ഇപ്പുറത്തോട് തിരിഞ്ഞ് നമ്മൾ വൈക്കത്തൂടെ കയറി അങ്ങ് ഒന്നീ കളമശ്ശേരി വഴി കാക്കനാട് കയറി കളമശ്ശേരി വഴി ചെന്ന് ഇറങ്ങുമോ, അല്ലെങ്കിൽ വൈറ്റില വഴി രാത്രി വലിയ തിരക്കില്ലാത്തതുകൊണ്ട് അങ്ങനെ കയറി സീപോർട്ട് എയർപോർട്ട് റോഡ് കയറുകയോ ചെയ്യത്തുള്ളൂ. MC റോഡിലൊക്കെ ഇപ്പം നല്ല തിരക്കാണ്. കാരണം തടിവണ്ടിക്കാർ അവരുടെ ഒരു പോകേണ്ട ഒരു രീതിയുണ്ട്. അത് രീതി കൂടുതൽ അവർക്ക് പോകാൻ പറ്റത്തില്ല. കാരണം അത്രയും ലോഡിൽ രണ്ടും വെച്ച് പോകുന്നതായതുകൊണ്ട് അതിൽ കൂടുതൽ പോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ കണ്ടെയ്നർ ലോറികളും എല്ലാം അതിലേക്ക് കയറി വരുന്ന കാരണം നല്ല തിരക്കാണ് ആ റോഡ്. അതിന് നല്ലത് നമ്മൾ വൈകിട്ട് പോവുകയാണെങ്കിൽ ഇപ്പുറത്തെ റോഡ് വഴി കയറി നേരെ നമ്മുടെ ചോറ്റാനിക്കര വഴി കയറി നമ്മുടെ കാക്കനാട് വഴി കളമശ്ശേരിക്ക് ചെന്ന് ഇറങ്ങിയിട്ട് സീപോർട്ട് എയർപോർട്ടിലോട്ട് കയറുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോഴത്തേക്കും നമ്മൾ റഡാർ വഴി നോക്കിയായിരുന്നു ഫ്ലൈറ്റ് എവിടെയായി എന്തായെന്നൊക്കെ. അപ്പോഴേക്കും നമ്മൾ വൈറ്റിലൊക്കെ ആറായപ്പോഴത്തേക്കും ലാൻഡിങ് കാണിച്ചായിരുന്നു. അപ്പം അത് കഴിഞ്ഞുകൊണ്ടേ ഞങ്ങൾ നേരെ പുറത്ത് പോയി ചായയൊക്കെ കുടിച്ച് ചെന്നു. അപ്പോൾ അവൻ ഇറങ്ങി വരുന്നതിൻ്റെ കുറച്ച് താമസം ഉണ്ടായിരുന്നു. ഏതായാലും ചായയോടെയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഹാഷിം വിളിച്ചിട്ട് പറയടാ കയറി പോരെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ കയറിപ്പോയി. അവനെയും പിക്ക് ചെയ്തുകൊണ്ട് നേരെ അവന് ഫുഡൊക്കെ കഴിക്കണമായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.